ഹമാസിനെ തീർത്തുകെട്ടി മുന്നേറുകയാണ് IDF. ഇറാൻ ഇനി കയ്യിലുള്ള ആയുധം ഹിസ്ബുള്ള മാത്രമാണ്. അവരെയും IDF കത്തിച്ചാൽ ടെഹ്റാന്റെ പരിപ്പിളകും. റെയ്സിയുടെ മരണത്തിന് പിന്നാലെ ഒന്ന് ഒതുങ്ങിയിരിക്കുകയായിരുന്ന ഇറാൻ ഇപ്പോൾ യുദ്ധക്കളത്തിലേക്ക് വരുന്നു. ലബനനിൽ ഇനി ഒരടിയെടുത്തു വെച്ചാൽ ജൂതരുടെ തലയെടുക്കുമെന്ന് വെല്ലുവിളി. തൊട്ടുപിന്നാലെ ഇസ്രയേലിന്റെ മറുപടി. അത് മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്ക് ടെഹ്റാൻ ഒരു പിടി ചാരമായിരിക്കും. യുദ്ധക്കളത്തിൽ ഇസ്രയേലും ഇറാനും വാക്പോര് തുടങ്ങിയിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഇതോടെ ഭയപ്പാടിൽ. ഗോലാൻ കുന്നിൽ ആക്രമണം നടത്തിയതാണ് ഹിസ്ബുള്ളയുടെ കൈ പൊള്ളിക്കുന്നത്. രാത്രിയിലും പകലും എന്നില്ലാതെ ജൂതപ്പട തീമഴ പെയ്യിക്കുകയാണ് ലബനനിൽ. ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇസ്രയേലിന്റെ നാശത്തിനാണെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കുന്നത്. ഇസ്രയേലിന്റെ സൈനിക ആക്രമണം മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്നും യുദ്ധത്തിന്റെ തീജ്വാലകൾ ആളിക്കത്തിക്കുമെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനി ഞായറാഴ്ച പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ അത്തരം മണ്ടത്തരങ്ങൾക്കുള്ള പ്രത്യാഘാതങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഉത്തരവാദി സയണിസ്റ്റ് ഭരണകൂടമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനും സഖ്യകക്ഷികളും ഇസ്രയേലിനുമേൽ അടിച്ചേൽപ്പിച്ച സമവാക്യങ്ങൾ കാരണം മജ്ദൽ ഷംസ് സംഭവത്തിന് ശേഷം ടെഹ്റാൻ ഒരു സമ്പൂർണ്ണ യുദ്ധം പ്രതീക്ഷിക്കുന്നില്ല എന്ന് ലബനനിലെ ഇറാന്റെ ദൂതനായ മൊജ്തബ അമാനി എക്സിലെ ഒരു പോസ്റ്റിൽ കുറിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് ഈ ഘട്ടത്തിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൽ താൽപര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ലബനനിൽ ഹിസ്ബുള്ളയുമായി സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ അതിന്റെ അനന്തര ഫലങ്ങൾ വലുതായിരിക്കും. യുദ്ധം അതിരുവിട്ടുപോയാൽ ഇറാനും അതിൽ പങ്കാളികളാകും. അതൊരു ഘോര യുദ്ധമായി മാറും. ഇസ്രയേൽ ഒതുങ്ങണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഒരു പരിധിക്കപ്പുറത്തേക്ക് ലബനന്റെ ഉള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചാൽ അത് ഇസ്രയേലിന് ദോഷം ചെയ്യും. ഹിസ്ബുള്ളയുടെ ശക്തി സയണിസ്റ്റ് ഭരണകൂടം കണക്ക് കൂട്ടുന്നത് പോലെ നിസ്സാരമല്ല. വലിയ വില കൊടുക്കേണ്ടി വരും ജൂതപ്പടയെന്നാണ് ഇറാന്റെ വെല്ലുവിളി. ഒക്ടോബർ 7 ഇസ്രയേലിൽ നുഴഞ്ഞുകയറി ഹമാസ് നടത്തിയ ആക്രമണമുണ്ടല്ലോ, അതിന്റെ 10 മടങ്ങ് പവറായിരിക്കും ഹിസ്ബുള്ള ആക്രമണത്തിന് തുനിഞ്ഞിറങ്ങിയാലെന്ന് ഇറാന്റെ വെല്ലുവിളി. ഒരേ സമയം പല ശക്തികളോടാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. ഗാസയിൽ ഹമാസിനെ തുടച്ചു നീക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. എന്നാൽ ആ യുദ്ധത്തിലേക്ക് ഒളിച്ചു കടന്ന് പിന്നിൽ നിന്ന് കുത്താൻ നോക്കി ഹിസ്ബുള്ളയും ഹൂതി വിമതരും ഇറാനും ഉൾപ്പെട്ട അച്ചുതണ്ട്. ഈ ശത്രുക്കളോടെല്ലാം ഒരേ സമയത്താണ് ഇസ്രയേൽ പോരാടുന്നത്. ലബനന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ് ഇസ്രയേലിനെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നത് ഇറാന്റെ മണ്ടത്തരമെന്ന് മറുപടി കൊടുത്ത് ഇസ്രയേൽ സൈന്യം. ഹിസ്ബുള്ളയ്ക്ക് പൊള്ളിയതോടെയാണ് ഇപ്പോൾ ഇറാൻ കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇതൊന്നും തങ്ങൾക്ക് പുത്തരിയല്ല എന്നും ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോകുമെന്നും ജൂതപ്പടയുടെ മുന്നറിയിപ്പ്.